വഴിയിൽ കിടക്കുന്ന നാണയത്തുട്ട് എടുക്കാറുണ്ടോ? എന്നാൽ ഇതുകൂടി അറിഞ്ഞോളൂ. പലപ്പോഴും റോഡിൽ പണം വീണ് കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ചിലപ്പോഴെങ്കിലും അത് എടുക്കാനോ വേണ്ടയോ എന്നൊരു ചിന്തയും നിങ്ങളിൽ ഉണ്ടായേക്കാം. നാണയമാകാം അല്ലെങ്കിൽ നോട്ടാകാം റോഡിൽ കിടക്കുക. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാവുക ഈ പണത്തിനെ എന്തു ചെയ്യണം എന്നതായിരിക്കും, അല്ലേ? ചില ആളുകൾ അതെടുത്ത് പോക്കറ്റിൽ സൂക്ഷിക്കുമ്പോൾ മറ്റു ചിലർ ആ കാശ് ആവശ്യമുള്ളവർക്ക് നൽകുകയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ സംഭാവന ചെയ്യുകയോ ചെയ്യും. എന്നാൽ റോഡിൽ വീണ് കിടക്കുന്ന പണം എടുക്കാറുണ്ടോ? അതെടുക്കാമോ? റോഡിൽ നിന്നും എടുക്കുന്ന ഈ പണം നിങ്ങൾക്ക് ശുഭമാണോ അതോ അശുഭമാണോ? അറിയാം. റോഡിൽ വീണ് കിടക്കുന്ന പണം ലഭിക്കുക എന്നതിനർത്ഥം നിങ്ങൾ ഭാഗ്യവാനാണ് എന്നാണ്. ഈ പണം, പ്രത്യേകിച്ച് നാണയം, ആത്മീയതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാസ്തുശാസ്ത്രം അനുസരിച്ച് ഒരു നാണയം റോഡിൽ നിന്നും ലഭിക്കുക എന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പൂർണ്ണ കഠിനാധ്വാനത്തോടെ നിങ്ങൾ ചെയ്യുന്ന ഏതു ജോലിയും നിങ്ങൾക്ക് വിജയം നൽകുകയും നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. ചില സമയങ്ങളിൽ റോഡിൽ വീണ് കിടക്കുന്ന നാണയങ്ങൾ ഒരു പുതിയ തുടക്കവുമായി ബന്ധപ്പെട്ടിരിക്കും. ഈ പണം ചെലവാക്കരുത്. ചില പ്രധാനപ്പെട്ട ജോലികൾക്കായി നിങ്ങൾ പോകുമ്പോൾ വഴിയിൽ നിന്നും പണം ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജോലിയിൽ വിജയം നേടും എന്നതിൻ്റെയാണ് അർത്ഥം വരുന്നത്. ഇനി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ നിന്ന് പണം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോഡിൽ വീണ് കിടക്കുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ഈ പണം ക്ഷേത്രത്തിലേക്ക് സംഭാവന ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ പേഴ്സിലോ എവിടെയെങ്കിലും സൂക്ഷിക്കാം. എന്നാൽ ഇത് ചിലവാക്കാൻ പാടില്ല. നമുക്ക് റോഡ് സൈഡിൽ കാണുന്ന പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ഭിക്ഷക്കാർക്കോ ആർക്കെങ്കിലും, അതായത് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾക്ക് മാത്രം നമുക്ക് ചിലവാക്കാവുന്നതാണ്.